നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുസ്വാഗതം. മലയാള സിനിമ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്, വിശിഷ്ടമായതാണ്, വിലമതിക്കാത്തതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ മലയാള സിനിമയിൽ വലിയ സംഭാവനകൾ നൽകി അല്ലെങ്കിൽ മലയാള സിനിമയുടെ നാഴികക്കല്ലായി അഭിനയിച്ചിട്ടുള്ള ചില ചലച്ചിത്ര താരങ്ങളെ ഓർക്കേണ്ടത് അനിവാര്യവുമാണ്. അപ്പോൾ മൺമറഞ്ഞു പോയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അടൂർ ഭാസിയുടെ ചരമവാർഷികമാണിന്ന്. അപ്പോൾ ഇന്നേ ദിവസത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളതും അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ അടൂർ ഭാസിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഹാസ്യ താരം എന്നതിൽ ഉപരി അദ്ദേഹം ശരിക്കും നാടകരംഗത്തിൽ നിന്നും സിനിമയിൽ വന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കാരണം, അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് കാരണം അദ്ദേഹവും ഒരുവിധം എല്ലാ സിനിമകളിലെയും ഒരു അവിഭാജ്യ ഘടകമായി അദ്ദേഹം മാറുകയായിരുന്നു. അദ്ദേഹവും പ്രേം നസീറുമായിട്ടൊരു ജോഡി, ഒരു താര ജോഡി തന്നെ ആ കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്നു. അടൂർ ഭാസി ബഹദൂർ എന്ന് പറയുന്ന ആ ഒരു സഖ്യം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. 700-ലധികം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു താരമാണ് അടൂർ ഭാസി എന്ന് പറയുന്നത്. അടൂർ ഭാസി ബഹദൂറിനെ ചേർത്തിട്ട് ഒരു കാർട്ടൂൺ സീരീസ് ആ കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെ ഇത്തരത്തിൽ അടൂർ ഭാസിയെ കുറിച്ച് വിശേഷണങ്ങൾ ഒരുപാടാണ്. നടൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് നാടക നടനായും ചലച്ചിത്ര നടനായും ഗാനരചയിതാവായും പത്രപ്രവർത്തകനായും തുടങ്ങി ഒരുപാട് നിലകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അടൂർ ഭാസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ബഹുമുഖ പ്രതിഭയെ കുറിച്ച് സംസാരിക്കുവാൻ നമുക്ക് ഒരു എപ്പിസോഡിന്റെ ദൈർഘ്യം പോരാ എങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം. ഡോക്ടേഴ്സ് വ്യൂ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നീതു. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടേഴ്സ് വ്യൂ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ആർത്തവകാലത്തെ പറ്റിയാണ്. വ്യാകുലകളില്ലാതെ ആർത്തവകാലം. അപ്പോൾ സ്ത്രീകളിൽ എല്ലാവർക്കും സാധാരണഗതിയിൽ വരുന്നൊരു കാര്യമാണ് ആർത്തവം, അല്ലെങ്കിൽ പീരീഡ്സ്, മെൻസസ്, ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ആർത്തവത്തെ പറ്റി ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? സ്ത്രീകളിൽ പൊതുവെ ഒഴിച്ചുകൂടാനാത്ത ഒരു ശാരീരിക പ്രക്രിയയാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത്. സാധാരണ നമ്മളിപ്പം പ്രാചീന കാലം മുതലായി കഴിഞ്ഞാൽ ഇന്ന് വർത്തമാനകാലം ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഈ സമയത്ത് പോലും ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സ്ത്രീ അമ്മയാണ് എന്നുള്ളതാണ്. നമ്മുടെ സ്ത്രീയുടെ ഒരു പരമമായ ലക്ഷ്യമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്, അമ്മയാവുക എന്നുള്ളത്. അതിനായി അവർക്ക് ഒരു വരദാനം എന്ന് തന്നെ പറയാം, അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് ഗർഭാശയവും അതുപോലെ അതിനോട് ചേർന്നിരിക്കുന്ന ജനനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 12 മുതൽ 16 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഒരു പെൺകുട്ടിയിൽ ഈ ഗർഭാശയവും അതിനോടുള്ള ജനനേന്ദ്രിയങ്ങളും പൂർണ്ണമായ വളർച്ചയെ പ്രാപിക്കുന്നുണ്ട്. ചെറുപ്പത്തിലെ അവളെ ഒരു അമ്മയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഈ ആർത്തവകാലം എന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? ചെറുപ്പത്തിലെ അമ്മയാക്കിയല്ല, അതിനുള്ള ഒരു തുടക്കം, ഒരു ആരംഭം എന്നുള്ളത് കൗമാരപ്രായത്തിലാണ് തുടങ്ങുന്നത്. ഹോർമോൺ എന്ന് പറയുന്ന രാസവസ്തുക്കളുടെ ഇന്നെല്ലാവർക്കും പൊതുവേ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു വാക്ക് ഹോർമോൺ എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കേൾക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഹോർമോൺ എന്നുള്ളതാണ്. ഇത്തരം ഹോർമോണുകളുടെ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പെൺകുട്ടികളിൽ ഒരുപാട് വ്യതിയാനങ്ങൾ കൗമാരപ്രായത്തിൽ സംഭവിച്ചു വരുന്നുണ്ട്. അത്തരത്തിൽ സംഭവിക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ മാത്രമാണ് ആർത്തവം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഋതുമതി എന്നാണ് നമ്മൾ പറയുക. ഒരു മെൻസ്ട്രേറ്റിംഗ് വുമൺ അല്ലെങ്കിൽ ഒരു ആർത്തവമായിരിക്കുന്ന ഒരു സ്ത്രീ നമ്മൾ ഋതുമതി എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഋതുമതി ആയിരിക്കുന്ന ഒരു പെൺകുട്ടി പോലും ഇതിനെക്കുറിച്ച് വളരെയധികം അജ്ഞയാണ് ഇന്നത്തെ കാലത്ത്. ഇന്ന് ആർത്തവത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഈവൻ നമ്മുടെ കുട്ടികൾ പോലും ഇതിനെക്കുറിച്ച് വളരെയധികം അജ്ഞരാണ്. കാരണം ഇതിനെപ്പറ്റി പൂർണ്ണമായും പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് ആർത്തവം എന്നതിനേക്കാൾ ആർത്തവകാലത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇന്ന് കുട്ടികൾക്ക് പലപ്പോഴും തുറന്നു പറയാൻ പറ്റുന്നില്ല. നമ്മൾ സാധാരണയായി നമ്മളൊരു സ്ത്രീരോഗം ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വനിതാ ക്ലിനിക്കുകൾ, നമ്മുടെ ഇപ്പം ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ വനിതാ ക്ലിനിക്കുകളാണ് കൂടുതലായിട്ടുള്ളത്. അവിടെ വരുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന നമ്മൾ ആർത്തവ പ്രശ്നങ്ങളാണ്. പക്ഷെ പുറത്ത് നമ്മൾ ആർത്തവ ക്രമക്കേടുകളെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് കുറവാണ്. അത് തുറന്ന് പറയാനുള്ള മടിയാവാം, അല്ലെങ്കിൽ കുട്ടികളിൽ അവർക്കൊരു ഭയമാണ് ഉള്ളിൽ.
പക്ഷേ ഇത് തുടർച്ച നന്നായിട്ട് ആർത്തവം വന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് ചെറിയ വ്യതിയാനങ്ങൾ പോലും ഒരുപാട് പേടികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും തുറന്നു പറയൽ കുറവാണ്. തുറന്നു പറയലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വനിതാ ക്ലിനിക്ക് പോലെയുള്ള വനിതാ ക്ലിനിക്ക് പോലുള്ള സംരംഭങ്ങൾ തുടങ്ങി, അതുപോലെ തന്നെ അഡോളസെന്റ് കെയർ ക്ലാസ്സുകൾ കൊടുക്കുന്നത്, ഇതൊക്കെ ഇത്തരത്തിലുള്ള വ്യാകുലതകളെ അകറ്റി നിർത്താൻ വേണ്ടി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, പല രീതിയിലാണ് സ്ത്രീകൾ ആർത്തവകാലത്ത് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നത്. ശാരീരികപരമായും മാനസികപരമായും എല്ലാം അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികപരമായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവേദന പോലത്തെ കാര്യങ്ങൾ, നമുക്ക് അടിവയറ്റിലുണ്ടാകുന്ന വേദന, മാനസികപരമായെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ, പലർക്കും പല രീതിയിലാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് തരണം ചെയ്ത് നിൽക്കാൻ പറ്റും, ആർത്തവകാലം നമുക്കൊരു ഹാപ്പി ഡേയ്സ് ആക്കി എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? അതിനേക്കാൾ ആർത്തവത്തിൽ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന അസ്വസ്ഥങ്ങളാണ് കൂടുതലായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ. ആർത്തവ സമയത്ത് ആർത്തവത്തിൻ്റെ അവധി എന്ന് പറയും നമ്മൾ, അതായത് ഒരു ആർത്തവം തുടങ്ങി അടുത്ത ആർത്തവത്തിലേക്കുള്ള ഒരു കാലാവധി ഉണ്ട്. അതിലുള്ള വ്യത്യാസങ്ങളാണ് പൊതുവേ കുട്ടികൾ ആദ്യമായി പരിഗണിക്കുന്നത്. എത്ര കാലമാണ് കൃത്യമായും പറയുന്നത്? 28 മുതൽ 30 ദിവസങ്ങളിലാണ് നമ്മൾ സാധാരണ ആർത്തവ കാലമായിട്ട്, ആർത്തവത്തിൻ്റെ ഒരു അവധിയായിട്ട് പറയുന്നത്. ഈ ആർത്തവത്തിൻ്റെ അവധിയിൽ ഒരു 3-4 ദിവസം മുൻപോട്ടോ പിറകോട്ടോ പോകുന്നതിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കുട്ടികളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ ആഹാരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ, വ്യായാമക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ ഉറക്കത്തിലുള്ള പ്രശ്നങ്ങളോ, മാനസിക അസ്വാസ്ഥ്യങ്ങൾ കൊണ്ടോ ആർത്തവം താൽക്കാലികമായിട്ട് ഒരാഴ്ചയോ മുന്നോട്ടോ പിറകോട്ടോ പോയി കാണാറുണ്ട്. ഇതിലും ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷെ അതൊരു തുടർച്ചയായി കണ്ടുവരുന്നുണ്ടെങ്കിൽ വൈദ്യശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആർത്തവം തുടങ്ങുന്ന സമയങ്ങളിൽ ആർത്തവം അതായത് മെനാർക്കി എന്ന് പറയും, ആദ്യാർത്തവ സമയങ്ങളിൽ കുട്ടികളിൽ 2-3 മാസത്തെ വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട്. സ്ത്രീകളിലും അത് കണ്ടുവരാറുണ്ട്. ആർത്തവ വിരാമത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ 2-3 മാസങ്ങളിലെ വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിലും പ്രത്യേകിച്ച് ചികിത്സകൾ ആവശ്യമില്ല. അത് തുടർച്ചയായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ വൈദ്യശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ഈ ആർത്തവത്തിലെ അവധി മാത്രമല്ല, നമ്മൾ ആർത്തവം എന്ന് പറയുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ ആർത്തവത്തിൻ്റെ അവധി മാത്രമാണ്. ഒന്നെങ്കിൽ ഒരാഴ്ചയായി അല്ലെങ്കിൽ 1 മാസമായി എനിക്ക് ആർത്തവം ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ ക്ലിനിക്കുകളിലേക്ക് വരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ആർത്തവം എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അത് ആർത്തവത്തിൻ്റെ, അതായത് ആർത്തവ രക്തത്തിൻ്റെ പിന്നെ ആർത്തവ സ്രാവം എന്ന് പറയും, ആർത്തവ സ്രാവത്തിൻ്റെ കാലയളവ്, അതിൻ്റെ അളവ്, ആർത്തവത്തിൻ്റെ അവധി, നേരത്തെ പറഞ്ഞ അവധി ആവാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെയുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ ആവാം. ഇതിനുള്ള പിന്നെ 4 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദേഹാസ്വാസ്ഥ്യങ്ങളില്ലാതെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്താണ്? മാനസിക അസ്വാസ്ഥ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ഹോർമോണാണ് നമ്മുടെ സ്ത്രീ ശരീരത്തിൽ മൊത്തമായി പ്രവർത്തിക്കുന്നത്. ഈ ഹോർമോണിൻ്റെ ആർത്തവ സമയത്തുള്ള ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യങ്ങൾ കണ്ടുവരുന്നത് സ്വാഭാവികമാണ്. അത് ആർത്തവത്തിൻ്റെ അവസാനത്തോടു കൂടി ഇല്ലാതാവുകയും ചെയ്യാറുണ്ട്. അത് തുടർന്നും പോകുന്നുണ്ടെങ്കിൽ അത് ആർത്തവ ക്രമക്കേടിലേക്ക് നയിക്കാറുണ്ട്. ആർത്തവ രക്തത്തിൻ്റെ ആർത്തവസ്രാവത്തിൻ്റെ കാലയളവ് നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ടതാണ്. നമ്മളിപ്പം ആർത്തവ എടുക്കുകയാണെങ്കിൽ 2-3 ദിവസം വർദ്ധിച്ചു വരുന്നതായും പിന്നീട് ഒരു 5-7 ദിവസം ആകുമ്പോൾ ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാറ് ആർത്തവസ്രാവം എന്ന് പറയുന്നത്. അന്നേരം ഇത്തരത്തിൽ ആർത്തവസ്രാവം കൂടുതൽ ദിവസങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അമിതാർത്തവം എന്ന് പറയും. സ്ത്രീകളിൽ മാത്രമല്ല കുട്ടികളിൽ, ഇന്ന് കൗമാരപ്രായക്കാരായ കുട്ടികളിലും നമുക്ക് അമിതാർത്തവം കണ്ടുവരുന്നുണ്ട്. പോഷകാഹാരക്കുറവാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളാവാം. ഇന്ന് കോള, ബർഗർ പോലുള്ള പോഷകമൂല്യം തീരെ ഇല്ലാത്ത പദാർത്ഥങ്ങളുടെ അത്യുപയോഗം കൊണ്ട് പലപ്പോഴും ആർത്തവ വൈഷമ്യങ്ങൾ, അമിതാർത്തവം കണ്ടുവരുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ വ്യായാമക്കുറവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അമിതാർത്തവത്തെ തള്ളിക്കളയാൻ പറ്റില്ല. രക്തക്കുറവ് അമിത രക്തസ്രാവത്തിലേക്ക് നയിക്കാറുണ്ടോ? അമിതമായി രക്തക്കുറവ് അമിതാർത്തവത്തിലേക്ക് എന്നല്ല, അത് കൂടാണ്ടുള്ള നമ്മുടെ പിന്നെ അണ്ടാശയ മുഴകൾ, ഗർഭാശയത്തിലെ നീര്, അണ്ടാശയത്തിലെ നീർക്കെട്ട്, അല്ലെങ്കിൽ ഗർഭാശയത്തിന്റെ കലകളുടെ അമിതമായ വളർച്ച തുടങ്ങിയ കാരണങ്ങളാലും അമിതമായ രക്തസ്രാവം കണ്ടുവരാറുണ്ട്. ഏകദേശം 60 മില്ലിലിറ്ററോളം രക്തനഷ്ടം സംഭവിക്കാറുണ്ട് സാധാരണ ഓരോ മാസങ്ങളിലും ഒരു സ്ത്രീക്ക്. ഡോക്ടർ പറഞ്ഞു 60 മില്ലിലിറ്ററോളം രക്തസ്രാവം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ആ പോഷക ആഹാരങ്ങൾ കൂടുതലായി കഴിക്കണോ, വെള്ളം അമിതമായി കുടിക്കണോ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഡോക്ടറിന് പറയാനുണ്ടോ?
അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡോളസൻ കെയർ ക്ലാസ്സുകൾ കൗമാരക്കാരായ കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ ആർത്തവ കാലത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് കുട്ടികൾ ഭയങ്കര അജ്ഞരാണ്. 10-12 വയസ്സാവുമ്പോഴേക്കാണ് ഇപ്പോൾ ആദ്യാർത്തവം എത്തുന്നത്. ആദ്യാർത്തവം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അമ്മമാർക്ക് പോലും സമയമില്ല. ഏകദേശം ഇപ്പം നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഒരു 9 വയസ്സ് ആകുമ്പോൾ തന്നെ അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്താണ് ആർത്തവം, അതൊരു ശാരീരിക പ്രക്രിയയാണ് എന്ന് പറഞ്ഞു കൊടുത്താണ് കുട്ടികൾ വളരേണ്ടത്. അതിനെ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ശുചിത്വങ്ങൾ പാലിക്കേണ്ടത്, അതുപോലെ നമ്മുടെ സാനിറ്ററി പാഡുകളുടെ ഉപയോഗം, അതെങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, അതുപോലും കുട്ടികൾക്ക് അറിയില്ല. ഇന്നത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് പോലും അജ്ഞരാണ് ഇന്നത്തെ കുട്ടികൾ. അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മമാരിൽ നിന്നാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഡോളസൻ കെയർ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മാത്രം ഉൾപ്പെടുത്താതെ അമ്മമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവരാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അമ്മയും കുട്ടിയും തമ്മിലൊരു ആത്മബന്ധമാണ് വളരുന്നത്. കുട്ടികൾക്ക് എന്തും ഇനി ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും തുറന്നു പറയാൻ എളുപ്പമുള്ളത് അമ്മമാരോടാണ്. അതിന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുക അമ്മമാരോട് തുറന്നു പറയുമ്പോഴാണ്. ആ ഒരു ആത്മബന്ധം വളർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്ക് കഴിയുന്നുള്ളതാണ്. ഇതിൽ തന്നെ ആ ഒരു അഡോളസൻ കെയർ ക്ലാസ് ആയാലും അല്ലെങ്കിൽ കൗമാരക്കാരെ കുട്ടികളും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവ കാലങ്ങളിൽ ഭക്ഷണ രീതി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചിട്ടയായ ആ ഒരു നാടൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നാടൻ ഭക്ഷണ രീതിയാണ് ഏറ്റവും നല്ലത് ഈ ആർത്തവ കാലങ്ങളിൽ. എരിവ്, പുളി, ഉപ്പ്, കൊഴുപ്പ് തുടങ്ങിയവ കുറച്ചുകൊണ്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, നമ്മൾ ഈ തവിടോട് കൂടിയ അരി, ഗോതമ്പ്, അതുപോലെ തന്നെ വാഴക്കൂമ്പ്, ബീൻസ്, ക്യാരറ്റ്, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ കാലങ്ങളിൽ നല്ലതാണ്. എളുപ്പം ദഹിക്കുന്നത് ഭക്ഷണങ്ങളായിരിക്കണം. പോലും പച്ചക്കറികൾ വളരെയധികം ഇപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ കുട്ടികൾ മാറ്റി നിർത്തുന്നതും പച്ചക്കറികളാണ്. അത് അമ്മമാര് ശ്രദ്ധിക്കേണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ നിർബന്ധിക്കുകയാണ് വേണ്ടത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഈ ആർത്തവ കാലങ്ങളിൽ രക്തനഷ്ടം ഇല്ലാതാക്കുന്നത് മാത്രമല്ല, ഒരു പോഷകാഹാരം ഉള്ളിലേക്ക് എത്തുന്നതിന്റെ ആവശ്യകത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഡൈനിങ് ടേബിളിൽ നിന്ന് പൂർണ്ണമായും പച്ചക്കറികൾ നീക്കം ചെയ്ത ഒരു കാലഘട്ടമാണല്ലോ ഡോക്ടർ ഇത്. അപ്പോൾ പെൺകുട്ടികളിലേക്ക് അഡോളസൻ കെയർ കൊടുക്കുന്നു അല്ലെങ്കിൽ ക്ലാസ്സസ് കൊടുക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ആർത്തവ കാലത്തെ പറ്റി മാത്രമാണോ അതോ ഇതുപോലെയുള്ള ഭക്ഷണ രീതികൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്ന് പറയുക, അങ്ങനെയാണോ ചെയ്യാറ്? എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ആർത്തവകാലം എന്ന് പറയുമ്പോൾ ആർത്തവം എന്താണ്, ആർത്തവ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആർത്തവ സമയങ്ങളിൽ നമ്മൾ പരമാവധി നമ്മുടെ വ്യായാമങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പറയാറ്. പക്ഷേ ആർത്തവം മാറിക്കഴിഞ്ഞിട്ട് വ്യായാമക്കുറവ് ആർത്തവ ക്രമക്കേടുകൾക്കുള്ള ഒരു വലിയൊരു കാരണമായിട്ടാണ് കാണുന്നത്. വ്യായാമം മാറ്റി നിർത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ എത്ര ദിവസങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വ്യായാമം മാറ്റി നിർത്തണം? നമ്മൾ ആർത്തവ സമയങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവുന്ന ദിവസങ്ങളിൽ ഒരു 5 ദിവസം വരെ നമ്മൾക്ക് വ്യായാമം ഒഴിവാക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വ്യായാമം നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പെൺകുട്ടികളിൽ 5 ദിവസം വരെ മാറ്റി നിർത്തേണ്ടതാണ്. ഏകദേശം ഒരു 7 ദിവസമൊക്കെ രക്തസ്രാവം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രം വ്യായാമങ്ങളിലേക്ക് കിടക്കാം. അതുപോലെ തന്നെയാണ് ഒരു 8-10 ഗ്ലാസ് എങ്കിലും വെള്ളം കുടിച്ചിരിക്കണം ഒരു കുട്ടി. ഈ കൗമാരക്കാരായ കുട്ടികളിലേക്ക് ക്ലാസ് കൊണ്ടുവരണം എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡീസ് വഴി പ്രൂവൺ ആണ് ഈ വേഗധാരണം എന്ന് പറയും ആയുർവേദത്തിൽ. അതായത് നമുക്ക് ഉണ്ടാവുന്ന നാച്ചുറൽ അർജസ്, അത് മലമൂത്രങ്ങളുടെ വിസർജനമാവാം. ഇന്ന് പലപ്പോഴും കുട്ടികൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ മൂത്രമൊഴിക്കാൻ പോവാന്നുള്ളത്. വെള്ളം കുടിക്കാൻ മടിക്കുന്നത് മൂത്രമൊഴിക്കാൻ പോകാനുള്ള മടി കൊണ്ടായിരിക്കും. പക്ഷേ ഇത് ആർത്തവത്തിലുള്ള വ്യതിയാനങ്ങൾക്ക് വളരെ വലിയൊരു കാരണമാണെന്ന് ഇപ്പോഴുള്ള പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. അടൂർ ഭാസി എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 700-ലധികം മലയാള സിനിമകൾ അഭിനയിച്ച് തൻ്റെ കഴിവ് തെളിയിച്ച ഒരു കാലഘട്ടത്തിൽ 1960-70 കാലഘട്ടങ്ങളിൽ അടൂർ ഭാസി ഇല്ലാത്ത ചലച്ചിത്രങ്ങളില്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അത്രമാത്രം. അതെ, അന്നത്തെ കാലത്ത് എല്ലാ ഫ്രൈഡേസും സിനിമ റിലീസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമല്ല. 700ഓളം സിനിമ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ എല്ലാ സിനിമകളിലും എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പം അത്രമാത്രം ഹാസ്യത്തിന്റെ ഒരു പര്യായമായി മാറിയിരിക്കുകയായിരുന്നു അടൂർ ഭാസി. ശരിക്കും
ശരിക്കും അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള ജീവിതത്തിലും അദ്ദേഹം അതേ നർമ്മം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ് അടൂർ ഭാസി ചിരിയും ചിന്തയും എന്നുള്ള ഒരു പുസ്തകം മാതൃഭൂമി പബ്ലിഷ് ചെയ്തത്. ശരിക്കും അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാവരുടെയും ഓർമ്മകൾ കോർത്തിണക്കിക്കൊണ്ട് അടൂർ ഭാസിയെ കുറിച്ചുള്ള സുഹൃത്തുക്കളുടെ ഓർമ്മകൾ കോർത്തിണക്കിക്കൊണ്ടാണ് മാതൃഭൂമി ചിരിയും ചിന്തയും എന്നുള്ള ഒരു പുസ്തകം തന്നെ പുറത്തിറക്കിയത്. ഇത്തരത്തിൽ അടൂർ ഭാസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തമായി തന്നെ അദ്ദേഹത്തിന്റെ ജീവിത കഥകൾ ഫലിതമായി പറയും. അപ്പോൾ അദ്ദേഹത്തിന് 30 30s അദ്ദേഹത്തിന്റെ അമ്മയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോയപ്പോഴേക്കും അവിടെ വളരെ ഒരു ഗ്രാമപ്രദേശം, അദ്ദേഹം വളരെ ആങ്ഷ്യസ് ആയിട്ട് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് പെണ്ണ് വരുന്നത് എന്നുള്ളത്. പെണ്ണിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന, വീട്ടിലെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു, വീട്ടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്നത് അദ്ദേഹത്തിന് നല്ല പരിചയം തോന്നിയ ഒരു ഒട്ടും തന്നെ പ്രായം തോന്നിക്കാത്ത എന്നാൽ 35 വയസ്സുള്ള അദ്ദേഹത്തിന് ഒത്തിരി അധികം പരിചയം തോന്നിയ ഒരു ആളായിരുന്നു. ഇത് കണ്ടതോടുകൂടി ഇതാണ് പെണ്ണിന്റെ അമ്മ എന്ന് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതോടുകൂടി അദ്ദേഹം അവിടുന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. കാരണം തന്റെ സഹപാഠിയുടെ മകളെയാണ് വിവാഹം കാണാനായി അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് അദ്ദേഹം ആലോചനയുമായി പോയത്. അതിനെ തുടർന്ന് വിവാഹം കഴിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ജീവിതകാലം മുഴുവൻ അവിവാഹിതനായി തുടരുകയും ചെയ്ത വ്യക്തിത്വമാണ് അടൂർ ഭാസി. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഡോക്ടർ പറഞ്ഞല്ലോ മാസങ്ങളോളം പീരീഡ്സ് ഇല്ലാതിരിക്കുക, ആർത്തവം വരാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആഹാരം ആണോ അതിന് കാരണമായി വരുന്നത്? അമിതമായ ആഹാരം, പോഷകാഹാരക്കുറവ്, ഇതൊക്കെ ആയിരിക്കാമല്ലേ ആർത്തവ കാലത്ത് ഒരു സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരെണ്ണം നീണ്ടുപോകുന്നത്? 40 ദിവസം മുതൽ 45 ദിവസം വരെയൊക്കെ നീണ്ടുപോവുക, അല്ലെങ്കിൽ മാസങ്ങളോളം വരാതിരിക്കുക, ഇതിനൊക്കെ കാരണമാകുന്നത് അമിത ആഹാരപ്രിയം തന്നെയാണെന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? ഞാനിപ്പം പറഞ്ഞ ഈ ഒരു അവസ്ഥ, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഭക്ഷണത്തിലും വ്യായാമത്തിലുമാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. നമ്മുടെ ഭക്ഷണം എത്രത്തോളം നമ്മൾ ചിട്ടയോടെ കഴിക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വ്യായാമത്തെ അതിൽ ഉൾപ്പെടുത്തുന്നുവോ അത്രത്തോളം നമുക്ക് മാറ്റങ്ങൾ ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ മരുന്നിൽ പൂർണ്ണമായും നമുക്കൊരു മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമായിട്ടല്ല ഈ ഒരു അവസ്ഥയെ കാണുന്നത്. ആർത്തവകാലത്തുള്ള എല്ലാ രോഗങ്ങളും നമുക്ക് മറ്റ് വ്യായാമങ്ങളിലൂടെ എല്ലാം മാറ്റാൻ പറ്റുമെന്നല്ല പറയുന്നത്. പക്ഷേ മിക്കപ്പോഴും ഈ ആർത്തവ ക്രമക്കേടുകൾക്കുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളാവാം, ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ. ഇന്ന് കുട്ടികളിലെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടുതൽ പഠനത്തിന്റെ മാത്രമല്ല അതിൽ കവിഞ്ഞ് നൈറ്റിൽ കൂടുതലായിട്ട് രാത്രി കാലങ്ങളിൽ ഇരിക്കുന്നത്, ഉറക്കമൊഴിയുന്നത്, അല്ലാതെയുള്ള ടെൻഷനുകൾ, ഇതൊക്കെ കൊണ്ട് ഒരുപാട് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കുട്ടികൾ കൂടുതലും മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവരാണല്ലോ. ആ ഒരു രീതിയിൽ നേരത്തെയുള്ള ആൾക്കാരിൽ നിന്നും, അതായത് പഴയ സ്ത്രീകളിൽ നിന്ന്, ഞാൻ ഉദ്ദേശിച്ചത് ഒരു 30-35 വയസ്സുള്ള സ്ത്രീകളിൽ നിന്നും അവർക്ക് വരുന്ന ഒരു ആർത്തവ രീതിയിനേക്കാളും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇപ്പോഴുള്ള അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾക്ക്, കൗമാരത്തിലുള്ള കുട്ടികൾക്ക്? ഇന്നൊരു 10 കുട്ടികളെ എടുത്തിട്ട് നമ്മളൊരു സ്കാനിങ്ങിനോ മറ്റോ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മിക്കവാറും കുട്ടികളിൽ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആർത്തവ ക്രമക്കേടിലൊക്കെ കണ്ടുവരാറുണ്ട്. കാരണം ഗർഭാശയത്തിന് ആവശ്യമായ പോഷകാഹാരം കിട്ടാത്തതോ അല്ലെങ്കിൽ അമിതമായ പോഷകാഹാരം കിട്ടുന്നതും പ്രശ്നമാണ്. കൊഴുപ്പ് കൂടിയത് അല്ലെങ്കിൽ എരിവും പുളിയും ഒക്കെ കൂടുതലായി അധികകാലം അധികമായി ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം 1-2 ദിവസം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് അധികമായി കുറേ കാലം നമ്മളൊരു ശീലമാക്കി ചെയ്യാന്നുണ്ടെങ്കിൽ അതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള കാരണമാണ്. വിശ്രമ ജീവിതമാണ് പ്രധാനമായും പറയാന്നുണ്ടെങ്കിൽ, വിശ്രമ ജീവിതമാണ് ഇന്നത്തെ എല്ലാ ആർത്തവ ക്രമക്കേടുകളുടെയും കാരണമായിട്ട് കാണാനുള്ളത്. ഡോക്ടർ വ്യായാമത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ആയുർവേദമായതുകൊണ്ട് യോഗ പോലത്തെ പല കാര്യങ്ങളും നിങ്ങൾ ക്ലിനിക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഡോക്ടറിൻ്റെ ഒരു സംസാരം തന്നെ മതി എന്ന് തോന്നുന്ന കുട്ടികളുണ്ടാവാം. ആ ഒരു മേഖലയിൽ, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികളുടെ മേഖലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഡോക്ടർ? യോഗ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി പറയുന്ന ഒരു വ്യായാമത്തിൽ നിന്ന് മാറി ശാരീരികവും മാനസികവുമായ ഒരു അഭ്യാസമായിട്ടാണ്, ഒരു വ്യായാമമായിട്ടാണ് നമ്മൾ യോഗയെ കണക്കാക്കുന്നത്. കൗമാരക്കാലം എന്ന് പറയുന്നത് ശാരീരികമായ മാറ്റങ്ങൾ മാത്രമല്ല, മാനസികമായ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലമാണ്. അതിനനുസരിച്ചുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വ്യായാമമാണ് യോഗ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സമൂഹത്തിൽ യോഗയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ? നമുക്ക് എല്ലാ രീതിയിലും യോഗ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ശാരീരികപരമായി മാത്രമല്ല
മാനസികപരമായും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും യോഗയ്ക്കെന്ന് പറഞ്ഞു. ഏതൊക്കെ യോഗകളാണ് അറിയാവുന്നവർക്കാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്പെടുന്നു ഡോക്ടർ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഏതൊക്കെ യോഗകളാണ് ആർത്തവകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ യോഗങ്ങളാണ്? ആർത്തവ കാലങ്ങളിൽ നമ്മൾ യോഗ ഒഴിവാക്കണം. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പത്മാസനായി കഴിഞ്ഞാൽ ആർത്തവകാലത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. ആർത്തവകാലത്ത് പൂർണ്ണമായി ഒഴിവാക്കാം. പക്ഷെ പ്രാണായാമം പോലെയുള്ള ചെറിയ യോഗാസനങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അത് ആ സമയങ്ങളിലുള്ള മാനസിക അസ്വാസ്ഥ്യം കുറക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രാണായാമങ്ങൾ, ശീതളി, ശിത്കാരി, നടിശുദ്ധി പറഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്. ശരീരത്തെ തണുപ്പിക്കുന്ന തരത്തിലുള്ള, മനസ്സിനെ ശാന്തമാക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്. അത്തരം പ്രാണായാമങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ ആർത്തവ സമയങ്ങളിൽ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് മറ്റ് യോഗാസനങ്ങൾ കൂടി, പത്മാസനമാവാം, അല്ലെങ്കിൽ വജ്രാസനമാവാം, പവനമുക്താസനം, അല്ലെങ്കിൽ പാദഹസ്താസനം തുടങ്ങി അതും ചെയ്യുന്നത് ഒരു വൈദ്യനിർദ്ദേശ പ്രകാരം അല്ലെങ്കിൽ ഒരു നല്ലൊരു യോഗ ഇൻസ്ട്രക്ടറുടെ പ്രകാരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന PCOD പോലുള്ള പിന്നെ അസുഖങ്ങളിലെ വ്യായാമം, ആഹാരം, അതുപോലെ ജീവിതശൈലി ഇത് മാറ്റിയാൽ തന്നെ ഒരു പരിധിവരെ ആർത്തവ കാലഘട്ടം നമുക്ക് വളരെയധികം ഹാപ്പി പീരീഡ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഡോക്ടറോട് നമ്മളോട് സംസാരിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ആയുർവേദത്തിൽ ഒരുപാട് പറഞ്ഞിരിക്കുന്നുണ്ട്. ആയുർവേദ ദിനചര്യ, ഋതുചര്യ പോലുള്ള കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ ലഘുവ്യായാമം. പൊതുവെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കളിക്കാൻ സമയമില്ല, പഠനത്തിന് മുമ്പിലാണ്, അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലാണ്, മൊബൈൽ ഫോണിന്റെ മുമ്പിലാണ്. ഓടിക്കളിച്ച് വളരുന്ന കുട്ടികളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ പലപ്പോഴും കുറവാണ്. ഇത്തരത്തിൽ ഈ ഓടിക്കളിച്ച് വളരാൻ കുട്ടികൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും വ്യായാമം, എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ കുട്ടികളിൽ കൊടുക്കുക. അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ഭക്ഷണ രീതി, പരമാവധി ഒരു നാടൻ ഭക്ഷണ രീതിയിലേക്ക് എത്തിക്കാൻ നോക്കുക. പിന്നെ കൃത്യമായ ഉറക്കം, ഒരു നല്ലൊരു ജീവിത ചിട്ട ഉണ്ടാക്കിയെടുക്കുക. ഒരു ജീവിതത്തിന് നല്ലൊരു ചര്യ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അല്ലാതെയുള്ള ഒരുപാട് കേസുകൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വിദഗ്ധമായ ഒരു പരിശോധനയിലൂടെ തന്നെ നോക്കി പിന്നെ നിർദ്ദേശപ്രകാരം തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പൂർണ്ണമായും വ്യായാമത്തിലേക്കും ആഹാരത്തിലേക്കും മാത്രം പോകാതെ ഒരു ഡോക്ടറിന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ചിലത് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ആഹാരം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ വിഹാരം കൊണ്ടോ, അത് വിഹാരത്തിലാണ് നമ്മൾ ഈ പിന്നെ ഇതൊക്കെ വ്യായാമങ്ങളൊക്കെ പറയുന്നത്, അതൊക്കെ കൊണ്ട് തന്നെ മാറ്റാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലത് നമുക്ക് കൃത്യമായ വൈദ്യപരിശോധന വേണ്ട കാര്യങ്ങളുണ്ട്. അത് അത്തരത്തിൽ തന്നെ ഒരു പിന്നെ പോയി ഒരു ഡോക്ടറെ സമീപിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ആർത്തവകാലത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഒരു പരിഹാരമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.